ഹലോ, അപ്പോൾ വീണ്ടും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലത്തെ അടുത്ത ഒരാളുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ലല്ലപ്പൻ്റെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ബോയ് ആണ്, വേറെ ആരും അല്ല. അപ്പം ബർത്ത്ഡേ ബോയ് വന്നിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ ആണല്ലോ, ഞങ്ങളുടെ ബർത്ത്ഡേ ആണല്ലോ. ഹായ് വനെ, ഹായ്. കുഞ്ഞിന്റെ ബർത്ത്ഡേ എന്നാണോ? എങ്ങനെയാ? ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നല്ല ബഹളമാണ്, എന്നാലും ഞാൻ വീഡിയോ കൊടുക്കുകയാണ്. നമ്മുടെ ഡെക്കറേഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും വൈകുന്നേരത്തേക്കാണ് വരുന്നത്. സോ നമ്മൾ വൈകുന്നേരത്തേക്കാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:15 ആയിട്ടുണ്ട്. നമ്മുടെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളിതിന് മുമ്പ് ഡെക്കറേഷനൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ലൈറ്റായിട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ വേണ്ട, നന്നായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ചിഞ്ചു ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്, വേറെ ഒന്നുമില്ല. അതെ, തീരില്ല, അതൊന്നാമത്തെ കാര്യം. അപ്പം ബാ ചെയ്യര്. ഐ എന്ത് എനിക്ക് മനസ്സിലായി. ഞാൻ അതായിരുന്നു പിടിക്കണം. അടുത്ത പ്രാവശ്യം പള്ളി പെരുന്നാളിന് തന്നെ. അതെ, ഞാൻ വീർപ്പിക്കാം, നീ കിട്ടിയാ മതി. ഞാൻ ഫുൾ എക്സ്പേർട്ടാ. ഫുഡ് എടുക്കാൻ പോയാലോ? എടാ, ഞാനൊരു പ്രൈമർ ഇടട്ടെ. അവിടെ നീ വെള്ളം വെക്കല്ലേ, പച്ച വെച്ചിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെള്ളം വെക്കേ. ആ, ഇങ്ങനെ വരുമ്പോ വൃത്തികേടുണ്ടാവും. അല്ലാടാ, ഒരു പച്ചയും കൂടി വെച്ചിട്ട് വെള്ളം വെക്കേ. ആ, അല്ല, പച്ച കൊറേ വെക്കണം. പച്ചക്കാണ് ഹൈലൈറ്റ് വേണ്ടത്. റൗണ്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിനക്കിത്? കേക്ക് എടുക്കണം. അപ്പൊ എല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അന്ന് എഴുന്നേറ്റോ, ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബലൂണുകളൊക്കെ വീർപ്പിച്ച് നമ്മളിങ്ങനെ പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് നമുക്കൊരു ആർച്ച് പോലെ വെക്കാം. പക്ഷെ നമ്മൾ ആ പ്ലാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നമ്മളൊരു 7 പോലെയാണ് വെക്കുന്നത്. ആ ആനിമയുടേതായ രീതിയിൽ ആനിമയും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു ഐക്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എല്ലാവരും എല്ലാ കാര്യത്തിനും ഭയങ്കര ഒരു സഹകരണമാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും വലിയ ആഘോഷങ്ങളാക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ടിജുനെ ഒരു ഹായ് പറഞ്ഞേക്കൂ. ബലൂണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം മതി. നമ്മുടെ സുജിമോൻ്റെ വെള്ളം കൊണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിന്. അവളപ്പോഴും കുട്ടീനെ വിളിപ്പിക്കാൻ കയറി. എവിടെ കൂടെ കാണണം മേടിച്ചിട്ടുണ്ടായി. പക്ഷെ എവിടെ ഇരിക്കണെന്നാണ് എനിക്കൊരു പിടുത്തം കിട്ടാത്തത്. അതെന്താണെന്നറിയോ, നമ്മൾ ആദ്യം പൈപ്പ് വളർത്തിട്ട് അതെന്തായാലും പൊട്ടണം, കടയിൽ വെക്കാം. അച്ഛനോട് പറഞ്ഞത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ആ
ഭാഗം ഇവിടെ വളക്കി അല്ല കുറച്ചും കൂടെ താഴത്ത് മോനെ ഇവിടെ വിളിക്കോ എനിക്ക് വിളിക്കത്തില്ല വിട്ടോ ഇവിടെ പിടിച്ച മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കട്ടാ നീക്കുമ്പോ അത് പണി കിട്ടൂലോ ആർട്സ് പോലെ വെക്കുമ്പോ ഭയങ്കരമായിട്ട് ഇട്ടുണ്ട് നിൽക്കുന്നു പറഞ്ഞിട്ടാണ് അമ്മ മുട്ടു സൂചി ഒക്കെ മുകളിലേക്ക് കളിച്ച് നിൽക്കുന്നത് വരുമ്പോ മുട്ടു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ ടീപ്പോയി ആയിരുന്നു ആദ്യം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളത് അയൺ ടേബിളിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ അയൺ ടേബിളിലാണ് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്യേണ്ട ആള് കേക്ക് വാങ്ങാൻ പോയി. സോ അതൊക്കെ അത് ആളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ കേക്ക് കൊണ്ടുവന്നിട്ട് ആളെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ബാക്കി നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗസ്റ്റുകളെ നമ്മുടെ റിലേറ്റീവ്സും കസിൻസും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ബോയിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല, എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു എൻ്റെ കാല് പോയി. ഈശാനെ പഠിപ്പിച്ചു കൊടുക്കോ അവേ കുഞ്ഞുമാമേ എലിപ്പേപ്പിനെ വിഷ് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബേബി ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ റെഡിയായി വെയിറ്റ് ചെയ്തു. ഓ ഫാൻ്റെ കാറ്റ് കാണും. ഷാബി ചേട്ടാ വടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇച്ചായ ആണോ ഉറങ്ങായിരുന്നോ? ആഹാ ഓയോ എങ്ങനെയുണ്ട്? വ്ളോഗറിന്റെ ക്യാമറമാൻ അങ്ങനെ സുന്ദരിയായ ഭാര്യനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ചിഞ്ചിരിയിട്ടുണ്ട്. ശരിക്കും പറയിച്ചായ ഐസയാ അങ്ങനെ കറക്റ്റായിട്ട് പറയാ. എന്റെ അപ്പനമ്മയും വാടക പൈസ കൊടുക്കണ എന്റെ വീട് അല്ല. എന്റെ അപ്പന കൊടുക്കുന്ന വീട്. നിന്റെ അപ്പനമ്മയും മറ്റേ റോസ് തള്ളക്ക് അറിയുള്ളൂ. ഇതറിയോ? ഇതുപോലെയല്ല ഞങ്ങളുടെ കിടക്ക. ഞങ്ങളുടെ കിടക്ക വൃത്തിയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അൽമാരി കത്ര കൂതറായിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ചിഹ്നം മെയിൻറ്റെയിൻ ചെയ്യണതാണ്. അൽമാരി വൃത്തി അത് അപ്പനും അതെ മക്കളും അതെ അൽമാരി അലമ്പാക്കി ചിഞ്ചേരിയായിട്ടുണ്ട്. അമ്മയുടെ ഡ്രസ് അത് ഏതമ്മയുടെ? ഇതും സൂപ്പറായിട്ട് ഇത് കൊണ്ടുപോയിക്കോ വീട്ടിലേക്ക്.
മായ പരിശുദ്ധ ജെറോമിനെ പ്രത്യേകം അങ്ങയുടെ കരുണ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവന് പലതരത്തിലും പ്രതിസന്ധികൾ വന്നപ്പോഴും അങ്ങ് താങ്ങിയും താങ്ങുമായി താങ്ങി നടത്തി. കർത്താവെ, മാതാവെ, അവന് ജെറോമിന് വിശുദ്ധിയും മേലുമയും വിനയത്തോടുകൂടി വളരുവാനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ കാപ്പയുടെ മകനെ പുതിയണമേ. അമ്മ നിരന്തരമായി മകനുടെ മാറി സ്മരിക്കണമേ. എന്ന് പറഞ്ഞ് മറിയമേ, സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ ഇസ്രായേലുകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ ഒന്ന് ഒതുക്കി നിർത്തലാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പോൾ അവൻ്റെ കയ്യിൽ ഓരോ കഷ്ണം കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ കേക്ക് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ജോഷുമോൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പിള്ളേരും വലിയവരും എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെലിബ്രേഷൻസൊക്കെ നമ്മുടെ വരുന്ന വീഡിയോസിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.